നമുക്ക് ഈ സംഭവം കഴിയുമ്പോഴേ ഒരു വീട് കത്തുന്നു, നമ്മൾ പല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നാട്ടുകാരൊക്കെ കെടുത്തിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ കുറ്റക്കാരനെ അന്വേഷിക്കും. ഇവിടെ ഇത് വയ്ക്കാമോ, ഇവിടെ തീ കൊളുത്താമായിരുന്നോ, ഇവിടെ തീ വെച്ച് അതിന് കാറ്റടിച്ചിട്ടില്ല. കാറ്റൊന്നും അടിച്ചില്ലെന്ന് ഞാനുണ്ടായിരുന്നല്ലോ, ഒരു കാറ്റും ഉണ്ടായിരുന്നില്ല എന്ന് വേറൊരാൾ ഇങ്ങനെ 110 അഭിപ്രായം പറയും. സാധനം കത്തിക്കഴിഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പാലക്കാടിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സ്ഥാനാർത്ഥി തെറ്റിപ്പോയി, മറ്റേ ആൾ ഇവിടെ AC റൂമിൽ കിടന്നുറങ്ങി, ഇതൊക്കെ സ്വാഭാവികമാണ്. വായിത്തോർക്കുന്നു. ഇതിലും വലിയ ഗുണ്ടൊക്കെ പൊട്ടിയ സമയമുണ്ട് BJP തോറ്റ് കഴിഞ്ഞപ്പോൾ. മുകുന്ദേട്ടൻ, നമ്മുടെ വക്കീൽ സാറ് ശ്രീധരൻപിള്ള, പിന്നെ രാജഗോപാൽ, രാജേട്ടൻ, ഇവരൊക്കെ തമ്മിൽ ഇതുപോലത്തെ യുദ്ധം നടന്നിട്ടുണ്ട്. ഞാനല്ല നീയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമൊന്നുമല്ല BJPയിൽ. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് നിസ്സാര സംഗതികളാണ്, കമൻറ്റുകളാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ചർച്ച ചെയ്യും. ചിലതൊന്നും ചർച്ച ചെയ്താൽ ഇങ്ങ് എത്തുകയുമില്ല. ചിലരുടെ ഗ്രീവൻസ് ഉണ്ടല്ലോ, അത് എങ്ങും എത്തുകയില്ല. എത്ര ചർച്ചയാണെന്ന് വിചാരിച്ചാൽ ചെയ്യുക. എന്ത് പറഞ്ഞാലും ഈ ചേട്ടന് അതിനൊരു കൗണ്ടർ പറയാനുണ്ട്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ തീരാതെ കിടക്കും. ചിലത് കുറേ സമയം കഴിയുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പ്രാധാന്യമേ പോയിട്ട് അതൊക്കെ വിട് എന്ന് പറയും. ഇപ്പോൾ ഈ പരാജയം പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര റിപ്പോർട്ടുകളാണെന്നറിയാമോ? പ്രത്യേകിച്ച് CPM, കോൺഗ്രസ്, BJP. മാരാർജി ഭവൻ, ഇന്ദിരാഭവൻ, AKG സെൻറ്റർ, ഈ 3 സ്ഥലത്തെ അലമാരികൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ റിപ്പോർട്ടുകൾ പൊടി പിടിച്ച് കിടപ്പുണ്ടാവും. ഇതും ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ആ പോസ്റ്റ്മോർട്ടം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. ഇന്നയാൾ ഇന്നത് ചെയ്തില്ല, മറ്റേ കുറേ കുശുമ്പും ഉന്നയമൊക്കെ റിപ്പോർട്ടിലുണ്ടാകും എന്നുള്ളതല്ലാതെ കാര്യമായ സംഗതിയൊന്നും റിപ്പോർട്ടിലുണ്ടാവില്ല. എല്ലാ റിപ്പോർട്ടിലും അടിമുടി അഴിച്ചുപണി വേണം എന്ന് പറയും. എന്ത് ഈ അടിമുടി അഴിച്ചുപണി? ഇപ്പോൾ ഉള്ളവരെ എല്ലാം വെടിവെച്ച് കൊന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനോ? ഇതൊക്കെ വെറുതെ ഉപരിപ്ലവമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു പരാജയം സംഭവിച്ചു, ആദ്യമായിട്ട് സംഭവിക്കുന്നില്ല. ഇനി ആദ്യമായിട്ടാണെങ്കിൽ പോലും അത് സംഭവിച്ചു കഴിഞ്ഞു. അത് പുറകോട്ട് മാറ്റണം, മുന്നോട്ട് നോക്കണം. ഞാൻ നോക്കിയിട്ട് സാധാരണഗതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന തോറ്റാൽ എന്ത് സംഭവിക്കുമെന്നൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത്രയും വലിയ കുഴപ്പമൊന്നും BJPയിൽ നടക്കുന്നില്ല. കാരണം ഈ പോളിംഗ് പെർസെൻറ്റേജ് താഴ്ന്നു കഴിഞ്ഞപ്പോൾ അറിയാവുന്നവർക്കറിയാം നമ്മുടെ വോട്ടുകൾ മുഴുവൻ പെട്ടിയിൽ വന്നിട്ടില്ല, നമ്മുടെ വോട്ട് കുറേ അധികം പുറത്തായിപ്പോയി. ശരി, ആയിപ്പോയി. ഇനിയിപ്പോൾ അതിനെ ചൊല്ലി തർക്കിക്കരുത്. അടുത്ത തവണ കൂടുതൽ ആൾക്കാരെ ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുക.